കാമിലായ വുളുഓടുകൂടെ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു റൂമിൽ ഏകാന്തമായി കണ്ണടച്ച് ഖിബിലക്ക് അഭിമുഖമായിരുന്ന് 6666 തവണ ഈ ഇസ്മിനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹമാണോ അവൻ ആ നിമിഷം അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് പൂർത്തീകരിക്കപ്പെടും. മാത്രമല്ല മറ്റൊരു നേട്ടവും കൂടെ ഇങ്ങനെ ചെയ്താൽ ലഭിക്കുന്നത്, ശത്രുക്കളുടെ ഒരു ദ്രോഹവും അവനെ ഏൽക്കുകയില്ല. അവരുടെ ചതികള്, വഞ്ചനകള്, പ്രയോഗങ്ങള്, ഇതിൽ നിന്നൊക്കെ വലിയ കാവല് അള്ളാഹു അവന് നൽകും. ഈ മഹത്യമേറിയ അതിവിശിഷ്ടമായ ഈ ഇസ്മിന്റെ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ അമലുകൾ ഇനിയുമുണ്ട്. 658 തവണ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഒരു വലിയ വഴി അള്ളാഹു അവന് കാണിച്ചു കൊടുക്കും. ഒരാളുടെ മുമ്പിലും അപമാനിതനാകേണ്ട അവസ്ഥ അവനുണ്ടാകൂല. അങ്ങനെ വളരെയധികം ശ്രേഷ്ഠതയുള്ള അസ്മാഉൽ ഹുസ്നയിലെ ആ പവിത്രമേറിയ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഇസ്സത്തും നൽകാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ധാരാളം ഇസ്മുകളെ കുറിച്ച് പല തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചവർക്ക്, അതിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞവർക്ക്, അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായി പ്രയോഗിക്കുന്നവർക്ക് വലിയ ഫത്ഹ് ജീവിതത്തിൽ ലഭിക്കും. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട ഒരാളും ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരൂല. പക്ഷേ അത് കേവലം ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ബന്ധപ്പെടലാകരുത്. തോന്നിയതുപോലെ അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ളതുപോലെ അങ്ങനെയല്ല. മഹാന്മാരൊക്കെ പറഞ്ഞത് പ്രകാരം ഒരു ഇജാസത്തോടു കൂടെയൊക്കെ വളരെ കൃത്യമായിട്ട് അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കാനും മുറുകെ പിടിക്കാനും തയ്യാറായവർക്ക് അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഒരുപാട് അനുഭവങ്ങൾ പലർക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കളൊക്കെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയ വലിയ അത്ഭുതങ്ങളും മഹാരോഗങ്ങൾ ശിഫയായതും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിച്ചതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക. നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസിൽ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന മജ്ലിസുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയിലെ അൽ അസീസ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഐന്, സാ, യാ, സാ ഈ അക്ഷരങ്ങളാണ് അവിടെ വരുന്നത്. അസീസ് ഐനാണ്, ഐനന്നെ ഉച്ചരിക്കണം. അൽ അസീസ്, അൽ അസീസ്, അൽ അസീസ് മഹാപ്രതാപി, അജയ്യൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അപ്പോ ഈ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് മഹാപ്രതാപിയും അജയ്യനുമായ അല്ലാഹു എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഇസ്മ ആർക്കാണ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഗൗരവമേറിയത്, പ്രാപിക്കാൻ സാധിക്കാത്തത്, ഏവർക്കും അത്യാവശ്യമായത് എന്നീ 3 വിശേഷണ ഗുണങ്ങൾ ഉള്ളതിന് മാത്രമേ അസീസ് എന്ന് പ്രയോഗിക്കാവൂ. അപ്പോ അല്ലാത്തവയ്ക്കൊന്നും ഈ നാമം ഉപയോഗിക്കൂല. അപ്പൊ നമ്മള് ഒരു ഉദാഹരണമായി നമ്മളിപ്പോ ഈ ഒരു അർത്ഥത്തിലേക്ക് വരുമ്പോ അള്ളാഹു ആണ് ഈ പറഞ്ഞതിലൊക്കെ ഏറ്റവും പൂർണ്ണനായവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വളരെ ഗൗരവമേറിയത്, ഏവർക്കും അത്യാവശ്യമായത്, ആർക്കും പ്രാപിക്കാൻ സാധിക്കാത്തത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഈ അർത്ഥങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇസ്മാണിത്. പക്ഷെ ഇതിന്റെ വ്യത്യാസങ്ങളോടുകൂടെ സൃഷ്ടികളിലേക്കും ഇത് ഉപയോഗിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, അള്ളാഹു ആണ് ഷാഫി, രോഗം ശിഫയാക്കുന്നവൻ, അല്ലെ? അള്ളാഹു ആണ് രോഗം ശിഫയാക്കുന്നവൻ. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ
ഡോക്ടർ മെഡിസിൻ തരുന്നു, ആ മെഡിസിൻ കഴിച്ചിട്ട് നമ്മുടെ രോഗങ്ങൾ ശിഫയാകുന്നു. അപ്പൊ ആ ശിഫയാക്കിയവൻ അത് ഡോക്ടറാണ് അല്ലെ? അപ്പോ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് അവിടെ ബന്ധിച്ചത് കൊണ്ടാണ് അവിടെ അങ്ങനെ ശിഫ സംഭവിച്ചത്. അതിനൊരു കാരണമായിട്ടാണ് ഡോക്ടർ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ, ആ കാരണമായി എന്ന അർത്ഥത്തില് ആ ഡോക്ടർക്കും നമ്മൾ ഷാഫി, ശിഫയാക്കിയവൻ, ശിഫയാക്കുന്നവൻ എന്ന് പറയും. പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പറയുമ്പോഴുള്ള ആ ഷാഫി, ശിഫയാക്കുന്നവൻ എന്ന ആ വ്യത്യാസം സൃഷ്ടികളിലേക്ക് ചേർത്ത് നോക്കുമ്പോ അത് കടലും കടലാടിയും തമ്മിലുള്ള അജഗജാന്തരം വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഈ ഒരു ഇസ്സത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ ഇസ്മിനെ പിടിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഇസ്സത്തുള്ള ജീവിതം വേണം, അന്തസ്സുള്ള ജീവിതം വേണം. ഇസ്സത്ത് ഒരു കാരണവശാലും നമ്മൾ എന്താക്കാൻ പാടില്ല, ഒരാളെ മുമ്പിലും പണയം വെക്കാൻ. നമുക്ക് ഇസ്സത്തോടു കൂടെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അന്തസ്സായിട്ട് ജീവിക്കണം, അഭിമാനത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പൊ ഇസ്സത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ ഒരു ഇസ്മിനെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്സത്ത്, അസീസ് എന്ന് പറയും. മഹത്വം, ശക്തി, അന്തസ്, ബഹുമതി എന്നീ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ശബ്ദമാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇസ്സത്ത് മഹത്വമുള്ളത്, ശക്തിയുള്ളത്, അന്തസ്സുള്ളത്, ബഹുമതിയുള്ളത്, ബഹുമാനമുള്ളത്, ഈ ഒരു അർത്ഥത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോ സൃഷ്ടികളുടെ കൂട്ടത്തിലൊക്കെ നമ്മുടെ അമ്പിയാക്കള്, ഔലിയാക്കള്, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാന്മാര്, ഇവരൊക്കെ ഈ ഒരു രൂപത്തിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നവരാണ്. അപ്പോ ഈ ഒരു ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാല്, അത് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും പിശാചിന്റെ ദുർബോധനങ്ങളെയും അടിച്ചമർത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ സമർപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. അതാണ് എല്ലാത്തിന്റെയും ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ്. ഈ ഇസ്മിനെ പതിവായി ചൊല്ലുന്ന ആളുകൾ, സ്ഥിരമായിട്ട് ഈ ഇസ്മിനെ ചൊല്ലുന്ന ആളുകള് അള്ളാഹുവിന്റെ അടുക്കൽ ജനങ്ങളിലും, അള്ളാഹുവിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലൊക്കെ അവന് വലിയ പ്രതാപിയായി മാറും. ഇസ്മ അസീസ് എന്ന് പറയുന്ന ഇസ്മാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇസ്സത്ത് ലഭിക്കാൻ, അഭിമാനമുള്ള ജീവിതം ലഭിക്കാൻ, അന്തസ്സുള്ള ജീവിതം ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് സ്ഥിരമായി ഉരുവിടാവുന്നതാണ്. അപ്പൊ യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ് എന്നിങ്ങനെ ഇടക്കിടക്ക് സ്ഥിരമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നല്ല ഇസ്സത്തുള്ള ജീവിതം നൽകും. അപ്പൊ സ്ഥിരമായിട്ട് ഈ ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 401 പ്രാവശ്യം ഇതിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ, ചൊല്ലലിനെ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും. അല്ലാഹു അവന് ധാരാളം നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ 401 തവണ. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് അസ്മാഉൽ ഹുസ്നയിലെ വ്യത്യസ്തങ്ങളായ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇസ്മുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇസ്മുകളെ കുറിച്ച് അത് സുബഹിക്ക് ശേഷം ചൊല്ലണം, ഇത് സുബഹിക്ക് ശേഷം ചൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ഏതതിൽ ചൊല്ലാം? എല്ലാം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചൊല്ലാം. അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ധാരാളം ഉണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് അള്ളാഹുവിലേക്ക് ദിക്ർ ചെയ്യുന്ന നാക്കുകൾക്ക് ഉടമയായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതിനുള്ളൊരു അവസരമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തണം. അപ്പൊ നിങ്ങൾ ഇവിടെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുന്നത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. അതൊക്കെ ചില അമലുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഒരു ദിവസം യാ അസീസു യാ അല്ലാഹ് എന്നുള്ള ഇസ്മാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന യാ ഫത്താഹു എന്നുള്ള ഇസ്മിനെ കുറിച്ചുള്ള അമല് ചെയ്യാം. ഒരു ദിവസം അതാണ് ചൊല്ലുന്നതെങ്കിൽ വേറെ ദിവസം യാ നൂറു യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, ഇതിന്റെ അമല് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മറ്റു ദിവസങ്ങളിൽ ചെല്ലാം. ഈ പതിവാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാ ദിവസവും ചെല്ലാന്നതിനർത്ഥമില്ല. പതിവാക്ക എന്ന് പറഞ്ഞാൽ പതിവായി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ഒരാൾ ചൊല്ലുന്നുണ്ട്. അപ്പൊ വ്യാഴാഴ്ച സുബഹിക്ക് ശേഷം ഒരാള് യാ അസീസു യാ അല്ലാഹ് എന്ന് ചൊല്ലുന്നുണ്ട്.
പിന്നെ അവൻ വെള്ളിയാഴ്ച ചൊല്ലുന്നില്ല, ശനിയാഴ്ച ചൊല്ലുന്നില്ല, ഞായറാഴ്ച ചൊല്ലുന്നില്ല, പിന്നെ അടുത്ത വ്യാഴാഴ്ച ചൊല്ലുന്നുള്ളൂ. എന്നാൽ അവിടെ വലിയ നേട്ടമുണ്ട്, അവന് പതിവാക്കി. കാരണം ഓരോ വെള്ളിയാഴ്ചകളിലും അവന് സുബഹിക്ക് ശേഷം യാ അസീസു യാ അല്ലാഹ് എന്ന് ചൊല്ലുന്നുണ്ട്. അപ്പൊ അവൻ പതിവാക്കുന്നതിന്റെ പരിഗണനയിൽപ്പെടും. അപ്പൊ പ്രയാസമില്ല, നമുക്കൊരു ചെറിയൊരു നോട്ടോ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെക്കാം. ഞാൻ വെള്ളിയാഴ്ച ഈ ഇസ്മാണ് ചൊല്ലുക, ഞായറാഴ്ച ഈ ഇസ്മാണ് ചൊല്ലുക, തിങ്കളാഴ്ച ഈ ഇസ്മാണ് ചൊല്ലുക. അപ്പൊ എല്ലാ ഞായറാഴ്ചയും അവൻ ആ ഇസ്മ ചൊല്ലുന്നു, എല്ലാ തിങ്കളാഴ്ചയും അവൻ വേറെ ഇസ്മ ചൊല്ലുന്നു, എല്ലാ ചൊവ്വാഴ്ച അവന് വേറെ ഇസ്മ ചൊല്ലുന്നു. ചൊവ്വാഴ്ച ളുഹറിന് ശേഷം ഇതാണ് ചൊല്ലുന്നത്, അസറിന് ശേഷം വേറെ ഒന്നാണ് ചൊല്ലുന്നത്. അങ്ങനെയാകുമ്പോ എല്ലാ ഇസ്മുകളും അവന് പതിവാക്കാനുള്ള അവസരം ലഭിക്കണം, അല്ലെ? പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളൊക്കെ പതിവാക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സുബ്ഹ് നിസ്കാര ശേഷം 401 പ്രാവശ്യം ഇതിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞൊടിയിടയിൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ അത് കാരണമാകും. അവന് അല്ലാഹു ധാരാളം നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് അമല് ചെയ്യാനും അതിന്റെ റിസൾട്ട് അനുഭവിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 658 തവണ 658 പ്രാവശ്യം ഈ ഇസ്മിനെ പതിവായി ചൊല്ലുകയാണെങ്കിൽ അവൻ ഒരിക്കലും അപമാനിതനാകുകയില്ല, ഒരാളുടെ മുൻപിലും അവൻ വശനാകുകയില്ല. ശത്രുക്കളെ മുൻപിൽ പോലും രാജകീയമായി ജീവിക്കാനും അവരുടെ കണ്ണിൽ ഒരു ഭയമുണ്ടാകാനൊക്കെ കാരണമാകും. അസീസ് എന്ന് പറയുന്ന ഇസ്മിനെ 658 തവണ ചൊല്ലുന്നത്. ഈ അസീസ് എന്ന് പറയുന്ന ഇസ്മ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇസ്മാണ് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ അഭിമാനം ഉണ്ടാവാനും അന്തസ് ഉണ്ടാവാനും വലിയ ഖുവ്വത്ത് ലഭിക്കാനൊക്കെ കാരണമാകുന്ന ഇസ്മാണ്. അള്ളാഹുവിന്റെ വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മും കൂടെയാണ്. അതുകൊണ്ട് ഈ അമലുകളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്തിൽ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ ദുർബലൻ, ഒരു വളരെ ദുർബലനായ ഒരാളാണ്. അങ്ങനെയുള്ള ആളാണെങ്കിൽ അയാൾ പ്രബലനാകും, നിന്ദ്യനായ ആൾ വന്യനാകും. ഭയമുള്ള ആളുകൾ ചൊല്ലുകയാണെങ്കിൽ അവര് നിർഭയനാകും. അധികാരിവർഗത്തിൽ നിന്ന് ഒരു ദ്രോഹവും ലഭിക്കാതിരിക്കാൻ വേണ്ടി ഈ ഇസ്മിനെ മുറുകെ പിടിക്കാവുന്നതാണ്. അള്ളാഹു അവന് നല്ല ഇസ്സത്തുള്ള ജീവിതം കൊടുക്കാൻ കാരണമാകും. ഇസ്സത്തുള്ള ജീവിതമാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ, ഒരാളെ മുമ്പിലും യാചിക്കാതെ മരിക്കുന്നത് വരെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണം. അതിന് കുറെ സമ്പത്തുണ്ടാകണം എന്നൊന്നും അതിനർത്ഥമില്ല. ഇപ്പൊ പല ആളുകളെ നമുക്കറിയാം, പല ആളുകളും നമ്മുടെ മുമ്പിൽ പല കേസുകളും പറയാൻ വേണ്ടി വരുമ്പോ അവർക്ക് ആകെ ശമ്പളം ഉള്ളത് 8000 രൂപ. അവരുടെ കച്ചവടത്തിൽ നിന്ന് അവർക്ക് ലാഭം ലഭിക്കുന്നത് അത്രയേ ഉള്ളൂ. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ല ഷോപ്പാണ്, നല്ല ടിപ്പില് വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ നല്ലൊരു കാറ് അവനുണ്ട്. അപ്പോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഏത് മേഖല എടുത്തു നോക്കിയാലോ അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആളുകളുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ നല്ല ഒരു ലൈഫാണ് മറ്റുള്ളവർ കാണുന്നത്. പക്ഷെ ഇയാളുടെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആകെ 8000 രൂപ സാലറി ഉള്ളൂ, കിട്ടുന്നുള്ളൂ വരുമാനം. 8000 രൂപയിൽ നിന്ന് 2000 രൂപ കുട്ടിയുടെ സ്കൂളിന്റെ ആവശ്യത്തിന് പോകും. പിന്നെ മാസത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചെലവിന് അങ്ങനെ പോകും. അങ്ങനെ മിച്ചം വെക്കാൻ തീരെ ഒന്നും ഉണ്ടാകാറില്ല എന്നാ പറഞ്ഞത്. പക്ഷെ അയാൾ പറഞ്ഞൊരു പോയിന്റ് എന്താന്ന് വെച്ചാല്, ഇതുവരെ അയാള് ഈ ഒരു അവസ്ഥ ഒരാളെയും അറിയിച്ചിട്ടില്ല. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അത് അവരെ അറിയിച്ച് ജീവിക്കണം എന്നാണ് അവരുടെ ഒരു നിലപാട്. നമ്മളങ്ങനെ തന്നെ പറയാറുള്ളത്. നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരെ അറിയിച്ച് തന്നെ നമ്മൾ ജീവിക്കണം. അത് കണ്ടിട്ട് അവർ വളരണം. അപ്പോഴേ അവര് നല്ല പവർഫുൾ ആവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊന്നും അവരെ അറിയിക്കാതെ കൊണ്ടുനടന്ന് അവസാനം ഒന്നിനും കഴിയാത്തൊരവസരത്തിൽ അവർ നമ്മളെ പിന്തള്ളുന്ന, അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നൊരു സമയം വരാതിരിക്കാൻ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ പ്രയാസങ്ങളും അവരെ അറിയിച്ചിട്ട് തന്നെ. പക്ഷെ ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ചെലവൊക്കെ നടത്തും. എനിക്കില്ല എന്നുള്ളത് ഞാൻ പുറത്തുള്ള ഒരാളെ ഞാൻ അറിയിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 2000 രൂപ എനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഞാൻ തന്നെ സേവ് ചെയ്ത് വെച്ചുണ്ടാക്കും. വേറൊരാളോട് ചോദിച്ചാൽ നമ്മുടെ അവസ്ഥ അവർ മനസ്സിലാക്കി
നമ്മോടൊരു സിമ്പതി അവർക്ക് തോന്നി. പിന്നെ അങ്ങനെ വേറൊരു ലെവലിലേക്ക് അത് മാറുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. നല്ലൊരു കോൺസെപ്റ്റാണത്. അപ്പോൾ ഈ ചെറിയ ശമ്പളം മതി, അല്ലെങ്കിൽ ചെറിയ വരുമാനം മതി. വലിയ വലിയ വരുമാനം ഉണ്ടായിട്ട് അമ്പരചുംബികളായ കൊട്ടാര സമുച്ചയങ്ങള്, വീടുകളൊക്കെ, വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അതൊക്കെ നിമിഷങ്ങളെ കൊണ്ട് തകരാനുള്ള ചീട്ടുകൊട്ടാരങ്ങളായിരിക്കാം. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. എത്രയോ ആളുകൾ 4500 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കിയിട്ട് ബാങ്ക് ലോൺ വന്നു, ജപ്തി ചെയ്യപ്പെട്ട് അതെല്ലാം ലേലത്തിൽ വിളിച്ചു പോയി അവസാനം വലിയ പ്രയാസത്തിലായിട്ട് വാടകയ്ക്ക് കഴിയുന്ന ആളുകൾ. നേരെ മറിച്ച് 950 സ്ക്വയർ ഫീറ്റിന്റെ 1200 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ ഉള്ളിൽ നല്ലൊരു വീട്, ആർഭാടമല്ലാത്ത രൂപത്തിൽ തനിക്കും തന്റെ കുടുംബത്തിനും ജീവിക്കാനും താമസിക്കാനും യോഗ്യമായൊരു നല്ല വീടുണ്ടാക്കി അതില് സന്തോഷത്തോടുകൂടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു മനസ്സമാധാനം ഒരു കൊട്ടാരത്തിൽ നിന്ന് കിട്ടൂല. ഓലമേഞ്ഞ വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് ഒരുപക്ഷെ അതിന്റെ ഒരു സൈഡ് ഭാഗമൊക്കെ ചോരുന്നുണ്ടായിരിക്കാം. അവിടെ അവരൊരു ബക്കറ്റൊക്കെ വെച്ച് ആ ചോരുന്ന വെള്ളമൊക്കെ ഫ്ലോറിലാകാതെ സൂക്ഷിച്ചിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനൊക്കെ പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബം അവർക്ക് സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ വലിയ കൊട്ടാര സമുച്ചയങ്ങൾ, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നവർക്ക് ഒരു സമാധാനമില്ല. സമാധാനം വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. സമാധാനം വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസിലകപ്പെട്ട ഒരാള് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ എന്നോട് അയാളെ ഫോൺ വിളിച്ച് എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ വേണ്ടി തരണം എന്ന് പറഞ്ഞു. നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു. അപ്പം എന്നോട് പറയുകയാണ്, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട് വരുന്നു, എൻ്റെ വീട്ടിലവർ വരുന്നു, എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ അന്വേഷിക്കുന്നു, അവരോട് ചോദ്യം ചെയ്യുന്നു, പോലീസ് വീട് കയറി ഇറങ്ങി നടക്കുന്നു, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ. എൻ്റെ ഭാര്യ ആകെ ടെൻഷനിലാണ്, ഉമ്മ തളർന്നെടുക്കണേ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 14 ദിവസമായി സാറേ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 14 ദിവസം. ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ല, ആളുകൾ ഒളിവിൽ കഴിയുമ്പോൾ അവർക്ക് രഹസ്യമായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഇറക്കാൻ കഴിയുന്നില്ല. സന്തോഷം ലഭിക്കുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല. സമാധാനം വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. അങ്ങനെ സമാധാനമുള്ള ഇസ്സത്തുള്ള ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് യാ അസീസു യാ അല്ലാഹ് എന്ന് പറയുന്ന ആ പവിത്രമേറിയ ഇസ്മ അതങ്ങ് ചൊല്ലിയാൽ മതി. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഭയമുള്ളവനാണോ അവന്റെ ഭയം നീങ്ങിപ്പോകും. ആരെങ്കിലും ഭയപ്പെട്ട്, അക്രമികളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണോ അവരുടെ ഒരു അക്രമവും അവനെ ഏൽക്കുകയില്ല. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ വുളൂ ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധങ്ങളൊക്കെ ഉപയോഗിച്ച്, ഇതൊക്കെ ഈ മലക്കുകളുടെ അർവാഹകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, നല്ല സ്വാലിഹീങ്ങളുടെ അർവാഹകളുടെ ഹുളൂറൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സുഗന്ധപൂരിതമായിരിക്കണം. അപ്പൊ സുഗന്ധമൊക്കെ പൂശി റോദൊക്കെ പുകപ്പിച്ച് അങ്ങനെ ഖിബ്ലക്ക് അഭിമുഖമായിട്ട് കണ്ണടച്ച് ഏകാന്തമായി ഒരു റൂമിലിരുന്ന് യാ അസീസു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ 6666 തവണ 6666 തവണ ചൊല്ലിയാൽ അവന്റെ ഏതാഗ്രഹങ്ങളും ആ നിമിഷം അവൻ ചോദിക്കുന്ന ഏതാഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും. അയാൾക്ക് ശത്രുക്കളുടെ യാതൊരു ദ്രോഹവും അവനെ ഏൽക്കുകയില്ല. ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി. ഇങ്ങനെ ഒരൊറ്റ തവണ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. നമ്മൾ വിചാരിക്കും യാ അസീസ് യാ അല്ലാഹ് 6666 തവണയൊക്കെ ചൊല്ലാനാവുമ്പോൾ കുറേ സമയം എടുക്കുന്നില്ല. നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു സമയം കണ്ടെത്തിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് കറക്റ്റ് എണ്ണം പിടിച്ച് ഒരു ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ളുഹർ വരെ പണിയൊക്കെ വളരെ നേരത്തെ കഴിച്ച് ഒന്ന് തസ്ബീഹ് മാലെടുത്ത് ഇങ്ങനെ ചെല്ലാവുന്നതേ ഉള്ളൂ. യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്. എന്തിനേക്കാൾ ഉപരി നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന പടച്ച റബ്ബിന്റെ മുമ്പിൽ അത്രയും സമയം നമുക്ക് ഒന്ന് സമയം ചെലവഴിക്കാനുള്ള അവസരം കൂടെയല്ലേ. വളരെ ആത്മാർത്ഥമായിട്ടൊരു തവണ അങ്ങനെ ചൊല്ലി നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ അബ്വാബുകൾ നമുക്ക് തുറന്നു തരാൻ കാരണമാണ്.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ശത്രുക്കളുടെ ഒരു ശല്യവും അവര് ചെയ്തു വെക്കുന്ന കുതന്ത്രങ്ങള്, പ്രയാസങ്ങൾ, ഇതിലൊന്നും അകപ്പെടൂല. ആ രൂപത്തിൽ അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് യാ അസീസ് യാ അല്ലാഹ്. അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും, അവന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും. ആധ്യാത്മിക വൃത്തത്തിലെ ഔലിയാക്കളുടെ ലോകത്തിലെ ആത്മീയ ലോകത്തുള്ള വലിയ വലിയ മഹാന്മാരുണ്ട്, നുഖബാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ദിക്റും കൂടെയാണ് യഥാർത്ഥത്തില് യാ അസീസു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. അതവര് ഈ ഇസ്മിനൊരു ദിക്റാക്കി കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ ചൊല്ലുക. ഇപ്പൊ നമ്മുടെ മജ്‌ലിസിൽ യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ളത് ഒരു ദിക്റാക്കിയിട്ട് നമ്മൾ ചൊല്ലാറുണ്ടല്ലേ, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ അസീസ്. അങ്ങനെ ഒരു ദിക്റായിട്ട് മഹാന്മാര് നുഖബാക്കളൊക്കെ ഇതൊരു ദിക്റായിട്ട് കൊണ്ട് നടക്കാറുണ്ട്. അപ്പോ പൂർണ്ണ ശുദ്ധിയോടെ വ്യവസ്ഥകൾ പാലിച്ച് ദിവസേന, അത് റിയാദയുമായി ബന്ധപ്പെട്ടതാണ്, ദിവസേന ധാരാളം പ്രാവശ്യം പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉപരിലോകവും അധോലോകവും പാദസേവ ചെയ്യാൻ തുടങ്ങും. അയാളുടെ സംഘത്തെ അള്ളാഹു ശക്തിപ്പെടുത്തും. അയാൾ ഒരു ആംഗ്യം കാണിക്കുമ്പോഴേക്ക് മതിലുകൾ തകരും, പർവ്വതം പിളരും. അത്രമേൽ ഒരു ഖുവ്വത്ത് അവന് ലഭിക്കുന്ന രൂപത്തിലേക്ക് ഇസ്മ അവനെ എത്തിക്കുന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ കഠിനമായ സബര്യകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അതൊക്കെ സാധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ ഇതിന്റെ ഈ ഓരോ ഇസ്മിനും ഓരോ രഹസ്യങ്ങളുണ്ട്, ഓരോ പൊരുളുകളുണ്ട്. ഈ ഇസ്മിന്റെ പൊരുളുകൾ മനസ്സിലാക്കി ഇവനെ ജഗന്നിയന്താവായ അള്ളാഹു അവന്റെ പ്രതാപത്തിന്റെ പൊരുൾ കൊണ്ട് പരോക്ഷമായി അലങ്കരിക്കും. അബ്ദുൽ അസീസ് എന്ന പേരുള്ളവർക്ക് ഈ ഇസ്മ കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അക്രമികളോട് എതിർത്തു ജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവൻ ചൊല്ലേണ്ട ഒരു വാചകമുണ്ട്. യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ് എന്ന് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന് ആ അക്രമിയെ തൊട്ട് വിജയിക്കാൻ സാധിക്കും. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടുകളിലേക്ക് എത്താൻ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ്, യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ്, യാ അസീസു മിൻ കുല്ലി അസീസിൻ ബിഹഖി യാ അസീസ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് അവന് പ്രത്യേകമായിട്ട് ഒരു വലിയ ഹൈഫ്ള്, ആ ശത്രുവിനെ തൊട്ട് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. അബ്ദുൽ അസീസ് എന്ന പേരുള്ള ആളുകൾക്കൊക്കെ ഈ ഇസ്മ വളരെ കൂടുതൽ ഉപയോഗപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഇസ്മിനൊരു ഖാദിമുണ്ട്. ഖാദിമിന്റെ പേര് ഇൻഷാ അല്ലാഹ് ഓരോ ഇസ്മുകൾക്കും ഓരോ ഖാദിമീങ്ങളുണ്ട്. ആ ഖാദിമീങ്ങളുടെ കീഴിൽ കുറെ നായകന്മാരുണ്ട്, അവർക്ക് കീഴിൽ കുറച്ച് അണികളുണ്ട്. ആ ഓരോ അണിയിലും 94ഓളം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുടങ്ങാതെ പതിവായി ചൊല്ലുന്നവർക്ക് ധാരാളം പ്രതാപവും പ്രസിദ്ധിയും നൽകും. അപ്പോ ഈ മലക്കുകളുടെയൊക്കെ ഒരു പ്രത്യേക ഹെൽപ്പ്, സഹായം അവർക്കുണ്ടാകും. ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ മലക്കുകളുടെ ഒരു സഹായം അവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം. ഐൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത്, ഐൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 70ആണ്. എന്നുള്ളത് 7 അല്ലെ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണി കാണിച്ചിരുന്നത്. സ എന്നുള്ളത് 7 യാ എന്നുള്ളത് 10 എങ്ങനെ? യാ എന്നുള്ളത് 10. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ എന്നുള്ളത് എത്രയാണ്? അതും 7. അപ്പൊ ടോട്ടൽ ആകെ 94 ഇതിന്റെ അതത്. അപ്പൊ യാ അസീസു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 94 തവണയാണ് അതതനുസരിച്ച് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പൊ 94 തവണ.
അപ്പൊ യാ അസീസു യാ അല്ലാഹ് എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ ഏതേത് വിഷയങ്ങളും പരിഹരിക്കപ്പെടാൻ അത് കാരണമാകും. ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ ഈ ഇസ്മ ഒരു കാരണമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പ്രയോഗങ്ങളും ഇതിന്റെ അർത്ഥങ്ങളും ഇതിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അല്ലാഹു നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, വലിയ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ്. അസ്മാഉൽ ഹുസ്നയുടെ റിയാദുകൾ ഇപ്പോഴും പൂർത്തിയാക്കി വീട്ടിയവരുണ്ട്, പൂർത്തിയാക്കി വീട്ടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മ കൊണ്ടും അമൽ ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ പറയാനുള്ള അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമ്മുടെ മജ്ലിസിൽ വെച്ച് ചൊല്ലുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ മജ്ലിസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ നല്ല നെയ്യത്തുകളൊക്കെ കരുതിയിട്ടാണ് പ്രത്യേകം അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്. അത് കാരണമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. ഒരുപാട് ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഇസ്മുകളൊക്കെ നിങ്ങൾ ഏതെങ്കിലും സന്ദർഭങ്ങളിലായിട്ട് പ്രത്യേകം ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ട് ഈ ഇസ്മു ഞാൻ തിങ്കളാഴ്ച ചൊല്ലും, ഈ ഇസ്മു ഞാൻ ചൊവ്വാഴ്ച ചൊല്ലും, അങ്ങനെ എല്ലാ ഇസ്മുകളുമായിട്ടും ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് ഏതുകൊണ്ടാണ് നമുക്ക് ഫലം ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ 12,000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്, യാ ലത്തീഫിന്റെ അമല്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമലുകളൊക്കെ ചെയ്തു നോക്കുക. ജോലിയില്ലാത്തൊരു ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ജോലി നൽകട്ടെ.